ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറെ പ്രത്യേകതകളുള്ള വെർബായ ബി എന്ന വെർബ് ക്രിയയുടെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പ്രസന്റ് ഫോമിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ പ്ലൂരല് നമ്മൾ കാണുകയാണ്. പ്ലൂരലാണ് ആർ എന്നുള്ളത്. അതിന്റെ അർത്ഥം ആകുന്നു. നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടെന്നുള്ള അർത്ഥമുണ്ട്, പ്രസൻസിനെ കാണിക്കാം, അത് പിന്നീട് കാണാം. നമ്മൾ രണ്ട് വാചകങ്ങൾ കാണുകയുണ്ടായി. വി ആർ ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരാണ്. അപ്പൊ അതിന്റെ ചോദ്യം, ഇംഗ്ലീഷിൽ ചോദ്യം ഉണ്ടാക്കുന്നത് സാധാരണ വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാണ്. അപ്പൊ ഒരു ഭാഗം മാത്രമുള്ളെങ്കിൽ തന്നെ രണ്ടാക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഈ വെർബിന് മാത്രം അവരൊന്നും തൊടില്ല. അതേപോലെ തന്നെ ഈ ആറിനെ കൊണ്ടൊന്ന് മുമ്പിലിട്ട് ചോദ്യമാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ വാചകമാണ് കാണുന്നത്. നെഗറ്റീവ്, ഞങ്ങൾ സന്തോഷവാന്മാരല്ല. അതെങ്ങനെ നമ്മൾ പറയും? അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നോട്ട് എന്ന് ചേർത്താൽ മതി, ആർ നോട്ട്. അപ്പൊ നെഗറ്റീവ് കിട്ടിയാൽ നമ്മൾ നോട്ട് എന്ന് ചേർത്താൽ മതി. ഞങ്ങൾ സന്തോഷവാന്മാരാണ്, വി ആർ ഹാപ്പി. അപ്പൊ സന്തോഷവാന്മാരല്ല, വി ആർ നോട്ട് ഹാപ്പി, അങ്ങനെ ചേർത്താൽ മതി. അതാണ് നമ്മളിവിടെ ആർ നോട്ട്. ആർ നോട്ടിന്റെ ഷോർട്ട് ഫോം ഉണ്ട്. ഇത് ആറിന്റെ എന്നല്ല വിചാരിക്കുന്നത്, ആണ്ട് എന്നാണ്. ഇവിടെ ആറ് സൈലന്റ് ആയിരിക്കും. ആണ്ട്, ആണ്ട്, ആണ്ട്. വി ആണ്ട് ഹാപ്പി, വി ആർ ഹാപ്പി. അല്ലെങ്കിൽ വി ആർ നോട്ട്. നമ്മൾ ഇംഗ്ലീഷ് രണ്ടും പറയും. വി ആർ നോട്ട് ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരല്ല. വി ആർ ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരല്ല. വി ആർ സ്മാർട്ട്, ഞങ്ങൾ സ്മാർട്ട് അല്ല. വി ആർ നോട്ട് കൈൻഡ്, ഞങ്ങൾ ദയുള്ളവരല്ല. വി ആർ നോട്ട് പങ്ക്ച്വൽ, ഞങ്ങൾ പങ്ക്ച്വൽ അല്ല, സമയകൃത്യതയുള്ളവരല്ല. ഓക്കെ. യു ആർട്ട് ഹാപ്പി, യു ആർ നോട്ട് ഹാപ്പി, യു ആർ നോട്ട് ഹാപ്പി ഓർ യു ആർട്ട് ഹാപ്പി. നിങ്ങൾ സന്തോഷവാന്മാരല്ല. യു ആർട്ട് സ്മാർട്ട്, നിങ്ങൾ സ്മാർട്ട് അല്ല. ഓർ യു ആർ നോട്ട് സ്മാർട്ട്, നിങ്ങൾ സ്മാർട്ട് അല്ല. യു ആർ നോട്ട് കൈൻഡ്, നിങ്ങൾ ദയുള്ളവരല്ല. യു ആർ നോട്ട് പങ്ക്ച്വൽ, നിങ്ങൾ സമയകൃത്യതയുള്ളവരല്ല. യു ആർ നോട്ട് പങ്ക്ച്വൽ, നിങ്ങൾ പങ്ക്ച്വൽ അല്ല. പങ്ക്ച്വൽ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഇപ്പൊ മലയാളത്തിൽ നമ്മൾ നീ പങ്ക്ച്വൽ അല്ല, അല്ലെ, അങ്ങനെ പറയും. സോ യു ആർ നോട്ട് പങ്ക്ച്വൽ, നീ പങ്ക്ച്വൽ അല്ല. ദേ ആർ നോട്ട് ഹാപ്പി, അവർ സന്തോഷവാന്മാരല്ല. ദേ ആർ നോട്ട് സ്മാർട്ട്, അവർ സ്മാർട്ട് അല്ല. ദേ ആർ നോട്ട് കൈൻഡ്, അവർ ദയുള്ളവരല്ല. ദേ ആർ നോട്ട് പങ്ക്ച്വൽ, അവർ പങ്ക്ച്വൽ അല്ല. ആ രീതിയിൽ നമ്മൾ പറയുന്നു. മൈ ഫ്രണ്ട്സ് ആർ നോട്ട് ഹാപ്പി, മൈ ഫ്രണ്ട്സ് ആർണ്ട് ഹാപ്പി. എന്റെ ഫ്രണ്ട്സ് സന്തോഷവാന്മാരല്ല. സ്ത്രീകളായിരുന്നെങ്കിൽ എന്റെ ഫ്രണ്ട്സ് സന്തോഷവതികളല്ല. ഓക്കെ. മൈ ഫ്രണ്ട്സ് ആർ നോട്ട് സ്മാർട്ട്, എന്റെ ഫ്രണ്ട്സ് സ്മാർട്ട് അല്ല. മൈ ഫ്രണ്ട്സ് ആർ നോട്ട് കൈൻഡ്, എന്റെ ഫ്രണ്ട്സ് ദയുള്ളവരല്ല. മൈ ഫ്രണ്ട്സ് ആർ നോട്ട് പങ്ക്ച്വൽ, എന്റെ ഫ്രണ്ട്സ് പങ്ക്ച്വൽ അല്ല. അപ്പോൾ ഈ വാക്കുകൾക്ക് പകരം നമുക്ക് ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കാം. റിച്ച്, വി ആർ നോട്ട് റിച്ച്, ഞങ്ങൾ സമ്പന്നരല്ല. വി ആർ നോട്ട് പുവർ, ഞങ്ങൾ ദരിദ്രരല്ല അല്ലെങ്കിൽ പാവപ്പെട്ടവരല്ല. വി ആർ നോട്ട് ഏബിൾ, ഞങ്ങൾ കഴിവുള്ളവരല്ല. വി ആർ നോട്ട് സാഡ്, ഞങ്ങൾ ദുഃഖിതരല്ല. വി ആർ നോട്ട് എഫിഷ്യന്റ്, ഞങ്ങൾ കാര്യശേഷിയുള്ളവരല്ല. ആ രീതിയിൽ നമുക്ക് ധാരാളം വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ നമ്മൾ പ്ലൂറിലാണ് സബ്ജക്ട്, അപ്പൊ പ്ലൂറിൽ വയ്ക്കണമെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നോക്കാം. വി ആർ നോട്ട് ടീച്ചേഴ്സ്, ഞങ്ങൾ അധ്യാപകരല്ല. വി ആർ നോട്ട് ഫ്രണ്ട്സ്, ഞങ്ങൾ കൂട്ടുകാരല്ല. വി ആർ നോട്ട് സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളല്ല. വി ആർ സ്റ്റുഡൻസ്, വി ആർ സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളല്ല. അല്ല, യു ആർ ടീച്ചേഴ്സ് ഓർ യു ആർ നോട്ട് ടീച്ചേഴ്സ്, നിങ്ങൾ അധ്യാപകരല്ല. യു ആർ നോട്ട് ഫ്രണ്ട്സ്, യു ആർ നോട്ട് ഫ്രണ്ട്സ്, നിങ്ങൾ കൂട്ടുകാരല്ല. യു ആർ നോട്ട് സ്റ്റുഡൻസ്, നിങ്ങൾ വിദ്യാർത്ഥികളല്ല. ദേ ആർ നോട്ട് ടീച്ചേഴ്സ്, അവർ അധ്യാപകരല്ല. ദേ ആർ നോട്ട് ഫ്രണ്ട്സ്, അവർ കൂട്ടുകാരല്ല. ദേ ആർ നോട്ട് സ്റ്റുഡൻസ്, അവർ വിദ്യാർത്ഥികളല്ല. മൈ ഫ്രണ്ട്സ് ആർ നോട്ട് ടീച്ചേഴ്സ്, എന്റെ കൂട്ടുകാര് അധ്യാപകരല്ല. മൈ ഫ്രണ്ട്സ് ആർ നോട്ട് ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അർത്ഥമുള്ള വാചകങ്ങൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം. മൈ ഫ്രണ്ട്സ് ആർ നോട്ട് സ്റ്റുഡൻസ്, എന്റെ കൂട്ടുകാര് വിദ്യാർത്ഥികളല്ല. അപ്പൊ ഇതിനു പകരം നമുക്ക് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നൈബേഴ്സ്. വി ആർ നോട്ട് ബ്രദേഴ്സ്, ഞങ്ങൾ ബ്രദേഴ്സ് അല്ല. വി ആർ നോട്ട് സിസ്റ്റേഴ്സ്, ഞങ്ങൾ സിസ്റ്റേഴ്സ് സഹോദരിമാരല്ല. അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വളരെ എളുപ്പം, നമുക്ക് അറിയാമായിരിക്കാം, വളരെ എളുപ്പമാണ്. എപ്പോഴും പറയുന്ന പോലെ ഒരാളെ കൂടി കിട്ടിയിട്ട് ആദ്യം മലയാളം പറയുന്നു, മറ്റേ ഇംഗ്ലീഷ്. ഞങ്ങൾ സന്തോഷവാന്മാരല്ല, ഞങ്ങൾ ഹാപ്പി അല്ല. നമുക്ക് അത് മലയാളത്തിൽ ആ വാക്ക് ഉപയോഗിക്കുന്നതിന് കുറെ കൂടി എളുപ്പം. ഞങ്ങൾ ഹാപ്പി അല്ല, വി ആർ നോട്ട് ഹാപ്പി. ഞങ്ങൾ ഹാപ്പി അല്ല, വി ആർ നോട്ട് ഹാപ്പി. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക.
പിന്നെ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യും, പഠിക്കുകയൊക്കെ ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകൾ. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബിന്റെ 2ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ 4 ഫോംസ്: ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നമ്മൾ ഇന്ന് കാണുന്ന വെർബിൽ ആദ്യം കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെയാണ്. എന്നാൽ പ്രസന്റ് ഫോം വ്യത്യാസമുണ്ട്. നമ്മള് 3 ഫോംസേ പഠിക്കുകയുള്ളൂ. കാരണം ബേസ് ഫോമും
പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കുന്ന അർത്ഥം വ്യത്യാസം ഉണ്ടെങ്കിലും സ്പെല്ലിംഗ് ഉച്ചാരണം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുക. ഞാൻ വായിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണേ. ബ്രിങ്, ബ്രോഡ്, ബ്രോഡ്, ബൈ, ബോഡ്, ബോഡ്, ക്യാച്ച്, കോഡ്, കോഡ്, ടീച്ച്, ടോട്ട്, ടോട്ട്, think, thought, thought, fight, fought, fought, seek, sought, sought. ഇനി പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്ത് കിട്ടുന്ന പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉള്ള വെർബ്സ് ആണ്. നമുക്ക് വായിക്കാം. പുൾ, പുൾ, പുൾഡ്, advise, advised, advised, agree, agreed, agreed, answer, answered, answered, bless, blessed, blessed, boil, boiled എന്നാണ് പാസ്റ്റ് ഫോം. ഇ ഡി എന്ന് ചേർക്കണേ. boiled, challenge, challenged, challenged, collect, collected, collected, correct, corrected, corrected, count, counted, counted, decide, decided, decided, destroy, destroyed, destroyed, doubt, doubted, doubted, enjoy, enjoyed, enjoyed, hope, hoped, hoped, hunt, hunted, hunted, follow, followed, followed, guess, guessed, guessed, imitate, imitated, imitated, invite, invited, invited, move, moved, moved, pluck, plucked, plucked. ഈ വെർബുകൾ പഠിക്കണം, അർത്ഥം നിങ്ങൾ പഠിക്കണം, ഉച്ചാരണം ആവർത്തിച്ച് അത് ഉറപ്പിക്കണം.